ഇത് അടിപൊളിയാണ് കേട്ടോ. ഞാന് ഇതുള്ള കാര്യം മറന്നുപോയി. ഇതിന്റെ കാര്യമേ നമ്മൾ മറന്നുപോയി. അല്ല ഇളക്കണം. ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് സ്പ്രൈറ്റ്, ഹോം മെയ്ഡ് സ്പ്രൈറ്റ്. ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത്. ഹലോ, അപ്പൊ നമ്മൾ ഇന്നൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി ഇവിടെ ചെയ്യാൻ വേണ്ടി പോവാണ്. ഹോം മെയ്ഡ് സ്പ്രൈറ്റ്. അതിപ്പോ യൂട്യൂബിൽ ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. അപ്പൊ ആകെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. നാരങ്ങ വേണം, പഞ്ചസാര, സോഡ. ഇത്ര ഉണ്ടെങ്കിൽ നമുക്ക് ഹോം മെയ്ഡ് സ്പ്രൈറ്റ് ഉണ്ടാക്കിയെടുക്കാം. നാരങ്ങ വേണം, ഗ്രേറ്റ് ചെയ്യണം. ഗ്രേറ്റ് ചെയ്യാൻ പോണേണോ? ഗ്രേറ്റ് ചെയ്യട്ടെ. ഓക്കേണോ? നമുക്ക് ഇതിന്റെ നാരങ്ങയുടെ തൊലി നമ്മൾ എപ്പോഴും കളയാറുണ്ട് അല്ലേ? അയ്യോ, ഇത് വന്നില്ലല്ലോ. കറക്റ്റാ, ഇങ്ങനെ വരണ്ടത്. അവര് ചെയ്തപ്പോ നന്നായിട്ട് വന്നല്ലോ. അവരെ നല്ല ഇതായിരിക്കും. ഇത് മൊത്തം എടുക്കണോ? 2 നാരങ്ങയുടെ. പുറത്ത് നല്ല മഴ പെയ്യാണ് കേട്ടാ, അകത്ത് നല്ല ചൂടും. അയ്യോ, അവര് എന്ത് സിമ്പിൾ ആയിട്ടാണോ ചെയ്തത്. വെള്ളം തിളച്ചല്ല. എനിക്ക് എന്റെ അടുത്ത് വേറൊരു ഗ്രേറ്റർ ഉണ്ടല്ലോ, അത് വെച്ച് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. വെള്ളം ഓഫ് ചെയ്യാതെ. ഇതാ വെള്ളം ഞാൻ ഓഫ് ചെയ്തു. വെള്ളം നന്നായിട്ട് തിളച്ചാ? തിളച്ചോണ്ടിരിക്കുകയാണ്, ഞാൻ ഓഫ് ചെയ്ത്. നീ ഗ്രേറ്റ് ചെയ്യണതിന് മുന്നേ ഇതാകും. അതായിക്കോട്ടെ, തിളച്ച വെള്ളം ഇത്തിരി. ഞാനിപ്പ ഭയങ്കര പച്ചവെള്ളമാണ് എടുത്തേക്കണത്. ഇത് നല്ലതാ. നന്നായിട്ട് വീഴുന്നുണ്ടല്ലേ. ഇത് അടിപൊളിയാണ് കേട്ടോ. ഞാന് ഇതുള്ള കാര്യം മറന്നുപോയി. ഇതിന്റെ കാര്യമേ നമ്മൾ മറന്നുപോയി. നല്ല ഗ്രേറ്റർ ആട്ടത്. ശരിയാണല്ലോ, നന്നായിട്ട് വരുന്നുണ്ടല്ലോ. ഞാൻ 4 നാരങ്ങ മേടിച്ചില്ലേ? 3. വെള്ളം ഇത്ര മതിയാ നോക്കിയത്? ഓഫ് ചെയ്തോ. നമ്മൾ ഒഴിക്കാറാകുമ്പത്തേക്കും പാകാവും. ഇത് ശരിക്കും കുടിക്കാനായിട്ട് കൊതിയുള്ള ഒരാള് ഇവിടെ ഉണ്ടായിരുന്നു. ലച്ചു എന്റെ വീട്ടിൽ പോയേക്കണേ നിക്കാനായിട്ട്. വെക്കേഷൻ അല്ലേ, അപ്പൊ ഞാൻ അവള് വരുമ്പോ അവൾക്ക് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കൊടുക്കണം. ഇത് സിമ്പിൾ ആണല്ലോ. അതേ നാരങ്ങ നോക്കിയേ. ഇത് പിഴിയണോ? അതവിടെ വെച്ചേര്. എന്താ ചെയ്തോണ്ട് ഇപ്പൊ എന്താ? പിഴിഞ്ഞ് കുടിക്കോ? എന്തിനാ? കളയാനാണോ? അല്ല, ഞാൻ ചോദിച്ചാണ്. അതെവിടെ ഇരുന്നോട്ടെ. ഇനി അടുത്ത നാരങ്ങ. 2 നാരങ്ങ വെച്ചാണ് നമ്മള് ചെയ്യണേ. ഇങ്ങനെ പറയണതേ ലെമണേഡാ. ഇതിങ്ങനല്ലേ ഇതേ. ഇന്നെങ്കിലും ഞാൻ സമാധാനത്തിൽ ചെയ്യാന്ന് ഓർത്തതാ. ഇതുപോലെ ഇത് ലൈമല്ലേ? ഇതിന്റെ കുറച്ചും കൂടി വലുതാണ് ലെമൺ. ഒരു വലുത്. അതിന് അത് ഇത്തിരി എക്സ്പെൻസീവ് അല്ലേ? വലിയ എക്സ്പെൻസീവ് ഒന്നല്ല. 80 രൂപ 2 കിട്ടും. ഞാൻ പറഞ്ഞത് അത് വെച്ചിട്ട് ഒരു ഡ്രിങ്ക് ഉണ്ടാക്കും, ലെമണേഡ്. അത് കൊറേ നാളായി എല്ലാം ചെയ്തിട്ട് എന്നോട് പറയണത് ഉണ്ടാക്കാൻ. അത് ഏകദേശം ഇതുപോലെയാണ് ഉണ്ടാക്കുന്നത്. ഇതെന്തെന്നാണ് ഉണ്ടാക്കുന്നത്? സ്പ്രൈറ്റ്, ഹോം മെയ്ഡ് സ്പ്രൈറ്റ്. സ്പ്രൈറ്റിന്റെ സ്മെല്ല് വരുന്നുണ്ട്. ഉണ്ടാ? പക്ഷെ നല്ലോണം അധ്വാനിക്കണം. ഇടിമിന്നലുണ്ടാ? മഴ നന്നായിട്ട് പെയ്താ മതിയായിരുന്നു. പുറത്ത് മഴ, അകത്ത് ചൂട്. പിന്നെ നമ്മുടെ ഹോം മെയ്ഡ് സ്പ്രൈറ്റ്. അപ്പൊ ദേ നമ്മുടെ പണി ഇവിടെ കഴിഞ്ഞു. നല്ല മഴ. നമുക്കിനി വേണ്ടത്, ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ, നമുക്കിനി പഞ്ചസാര പൊടിച്ചെടുക്കാം.
കരണ്ട് പോകുന്ന ചെറിയ പേടിയുണ്ട്. അതിന് പിന്നെ നമ്മുടെ വീഡിയോ തീർക്കണം. സക്സസ് ആയോ? ഓക്കെ. ഓ നല്ല കാറ്റ്. കടജോട് എന്തായാലും സന്തോഷമായി മഴ പെയ്തപ്പോ. ചെയ്തിട്ട് നോക്കിക്കോട്ടാ. നമ്മള് പഞ്ചസാര ആവശ്യത്തിനുള്ള ഇത്ര മതിയാവോ ഇതോട്ടാ മധുരം? 4 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. മധുരം കുറച്ച് അധികം വേണ്ടേ? നമുക്ക് നോക്കിട്ട് ഇട്ടാലോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഇത് വെച്ച് കൈ വെച്ച് ഇത് കണ്ടപ്പോഴാണ് കേട്ടോ ഞാൻ ഞെട്ടിപ്പോയത്. ആ വീഡിയോ ഞാൻ നോക്കുമ്പോ ഇതിലേക്ക് എന്തിടുന്നത്? എന്ത് പൊടിയാ? മൈദപ്പൊടി എങ്ങാനും. എനിക്ക് ഷുഗർ പൊടിയാന്നുള്ളത് ഞാൻ അപ്പോഴാണ് ഈ വീഡിയോ എന്താന്ന് അറിയാനായിട്ട് ഞാൻ ഇത് കയറി കണ്ടത്. ഓ ഭയങ്കര ഒരു ജെല്ലി ടെക്സ്ചർ. ആയോട്ടോ. ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുക്കണുണ്ട് കേട്ടാ, കാരണം ഒരു 3 ഗ്ലാസ് ഒക്കെ ഉണ്ടാക്കാലോ. ഓ ഭയങ്കര ലച്ചുനെ ഇത് മതി, ഓവറായാ ശരിയാവില്ല. ഉറപ്പാണോ? ഉറപ്പാണ്. ഇനി നമ്മളിവിടെ ചൂടുവെള്ളം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലോട്ട് ഒഴിക്കാം. കാണുന്നുണ്ടോ? ചൂടുവെള്ളം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചൂടുവെള്ളത്തിൽ തന്നെ ചെയ്യണം കേട്ടോ ഇത്. അപ്പൊ ഐസ് സോഡ അത് എടുക്കും നമ്മളിപ്പോ. ഇത് ഫുള്ള് ഒഴിക്കില്ല ഇത് കേട്ടാ. ഇത് നമ്മൾ ഓരോ ഗ്ലാസ്സിലും ഇത്തിരി ഇത്തിരി ഒഴിച്ചു കൊടുക്കും. മനസ്സിലായ? അപ്പൊ എനിക്കൊന്ന് കുറച്ചും കൂടി വേണമെന്ന് തോന്നുന്നു. നാരങ്ങ പിഴിയൂല? നാരങ്ങ പിഴിയും. ആണല്ലേ? അതിപ്പോ പറഞ്ഞാ ശരിയാവൂല, അതുകൊണ്ട് നമുക്കിനി കട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് അവര് വേറെ അവര് പുതിയ നാരങ്ങ എടുത്ത്, നമുക്ക് ഇത് തന്നെ ഓൾറെഡി യൂസ് ചെയ്യാലോ. പുതിയ നാരങ്ങ എടുത്തോ? ഇത് മതി, കളയണ എന്തിനാ വെറുതെ. നമുക്ക് ഇതിലേക്ക് ഹാഫ് നാരങ്ങയിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. ഓരോ ഗ്ലാസ്സിലും ഒഴിക്കണം അല്ലേ? ഇനി നമുക്ക് ഇത് കുറച്ച് ഒഴിക്കാം. ഐസ് ഉണ്ട്, ഒഴിക്കട്ടെ? അത് ഇതിലും ചെയ്ത് വെക്കാം, ഒപ്പം ചെയ്യാം. ഐസ് കൊടുത്തുണ്ടോ? ഐസ് എടുക്ക, സോഡയും എടുക്കണ്ടേ? അതിലോട്ട് കുരു പോയല്ല, അത് എടുക്കാം. 1 ഗ്ലാസും കൂടി എടുക്കണോ? അച്ഛനും അമ്മയ്ക്കും കൊടുക്കണ്ടേ? ഓ ഇത് ഭയങ്കര നീരില്ലാത്ത ഒരു നാരങ്ങ. വീഡിയോ ഓണാണോ? ഏതിലാണ് ഒഴിക്കുന്നത്? ഞാനാ ഇതൊന്നും ആക്കിയിട്ട് പറയാട്ടാ. ഐസ് ആദ്യം ഫ്രണ്ടിലിട്. നമ്മുടെ ആദ്യം ഐസല്ലേ ഒഴിക്കണേ? ഓ സോറി. അയ്യോ പയ്യേക്ക് ഇടല്ലേ. അതെ, 2 ഇടണോ? കേട്ടോ. ഇനി നമുക്ക് ഇത് ഒഴിക്കാൻ പോണേനെ. അല്ല, കുറച്ചും എല്ലാത്തിലും ഒഴിച്ചിട്ട് ഒഴിക്കാം. ഇതില് കുറച്ച് മതി, എന്താന്ന് വെച്ചാ ചെറിയ ഗ്ലാസ് അല്ലേ. ഇനിയും ബാക്കിയുണ്ട്, നമുക്ക് നോക്കിട്ട് ഒഴിക്കാം. ഇനി നമ്മുടെ ഷോഡ. ഒരു ഷോഡ പോലും കിട്ടില്ല. കണ്ടിട്ട് പേടിയാണ് കേട്ടോ. ഇല്ലടോ, ഞാൻ ചെയ്യും. ഒഴിക്കാം. ആദ്യത്തേലും ഒഴിക്കും. ഇളക്കണോ? ഇളക്കണം. ചെറിയ സ്പ്രൈറ്റിന്റെ കളറൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ടേസ്റ്റും കൂടി നോക്കണം. ഒരു ഗ്ലാസും കൂടി വേണമെങ്കിൽ ഉണ്ടാക്കാം. ചെറിയ ഗ്ലാസ് ഇതാ ബാക്കിയില്ലേ. കളറ് നല്ല കളറാണല്ലേ. അതാണ് ആ പച്ച കളറേ, മനസ്സിലായ?
ഗ്ലാസ് ഇരിപ്പുണ്ട്, എനിക്ക് മടിയായിട്ട് എടുക്കാൻ. അപ്പത്തേക്കും നമ്മുടെ ഹോം മെയ്ഡ് സ്പ്രൈറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാരും പറയണ പോലെ കറക്റ്റ് സ്പ്രൈറ്റിന്റെ ടേസ്റ്റ് ആണെന്നാണ് പറയണത്. നമ്മൾ ഇവിടെ പറയും കറക്റ്റ് സ്പ്രൈറ്റ് ആണോ അല്ലയോ. ആ കൊടുത്തോ, അതാ ഒരു ഐസ് എടുത്ത് ഇതിലോട്ട് ഇടാം. അവർക്ക് തണുപ്പ് അധികം ഇഷ്ടമല്ല. വേണമെങ്കിൽ ഇത് കുറച്ച് ബാക്കിലോട്ട് വെച്ചോ. ഇവിടെ നിന്നാ എന്നെ കിട്ടുമോ നോക്കി. ആ കിട്ടൂലോ. ക്യാമറ ഓണല്ലേ അതിന്റെ? ആ ഓണാണല്ലോ. കിട്ടില്ലേ? ഞാൻ അങ്കോലം എടുത്ത് കളയാം. അച്ചാറിന്റെ പീസ വെറുതെ പുതിയ നാരങ്ങ കളയണ്ടല്ലോ. അപ്പൊ ഹോം മെയ്ഡ് തണ്ടർ ബാക്ക്ഗ്രൗണ്ട് ഇടിവെട്ടാണ് കേട്ടാ. കുടിക്കേട്ടാ മധുരം കുറവാ. ഇച്ചിരി ഇടട്ടെ. അയ്യോ അവർക്കൂടെ ഉണ്ട് ഇപ്പൊ. അപ്പൊ സ്വാഭാവികമായി രാഗി എപ്പോഴും മധുരം കുറക്കണമല്ലോ, ഇതിലും കുറച്ചു. എനിക്ക് മധുരം ഞാൻ വളരെ കുറച്ചേ ഇടുള്ളൂ, അതാണ് എന്റെ കുഴപ്പം. അന്ന് എന്താ ഉണ്ടാക്കി ഇല്ലേ? മടിച്ചെടുത്താലാ. എന്താലേ വീഡിയോയുടെ ഒരു കാര്യം. അല്ല നമ്മള് വീഡിയോ ക്യാമറയിൽ കാണില്ല, അവിടെ അതൊക്കെ അവരെ കാണിക്കണോ? കുടിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടാ. ആൾക്കാര് പക്ഷെ ഇതൊന്നും ചെയ്തിട്ടില്ല. അവര് ചെയ്ത് കാണില്ലേ ഇതേട്ടാ. അരിച്ചെടുക്കണോ നല്ലായിരിക്കും. ആ അത് തന്നെ. എനിക്ക് ഇത്തിരി വേണ്ട. അതിന്റെ ഒരു വകയില് ലൈമിനെക്കാട്ടിയൊക്കെ നല്ലതാണ്. സോഡ ലൈമിനെക്കാട്ടിയും നല്ലതാണ്. കൊള്ളാട്ടാ അല്ലേ? പക്ഷെ അരിച്ചെടുക്കണം. എനിക്ക് തോന്നുന്നു ഇങ്ങനെ റീൽസിലൊക്കെ കാണുമ്പോ അതെല്ലാം ഇങ്ങനെ കിടക്കണ ഒരു ഭംഗിയുണ്ട്, ആ പച്ച കളറ്. അതൊരു ഭംഗിക്ക് വേണ്ടിട്ടാ. കാരണം നമുക്ക് കുടിക്കുമ്പോ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. കറക്റ്റ് സ്പ്രൈറ്റ് അല്ല, സ്പ്രൈറ്റിന് ഒരു ചെറിയായിട്ടൊരു എന്തെന്നൊരു കിക്ക് ഉണ്ടല്ലോ, അത് കുറവാണ്. പക്ഷെ നമ്മുടെ വീട്ടില് ഗസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ ഇത് അടിച്ചു കൊടുത്ത ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ആവും അല്ലേ? തണുപ്പിന് പറ്റിയ സാധനമാണ് സത്യം. പക്ഷെ ഇന്ന് മഴയായി പോയി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ. ഇങ്ങനെ കയ്പ് ഉണ്ടായില്ലല്ല. ഞാൻ ആദ്യം വിചാരിച്ചു ഈ തൊലി ഗ്രേറ്റ് ചെയ്ത് ഇങ്ങനെല്ലാം ചെയ്യുമ്പോ ഭയങ്കര കയ്പായിരിക്കും. നല്ല പക്ഷെ ഒരു വെറൈറ്റി ടേസ്റ്റ്. സോഡയാണ് കേട്ടാ. അപ്പൊ എന്താ പറയാ, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഞാൻ ഇപ്പൊ വെക്കേഷനിൽ ചെയ്യുന്ന വീഡിയോയിലെല്ലാം ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്, കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കും. സെയിം തന്നെ പറയണേണ്, അവർക്ക് ഇത് ഉണ്ടാക്കി കൊടുക്ക്. നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഡ്രിങ്ക് ആണ്, അവർക്ക് ഇഷ്ടാവും. അടിപൊളി ടേസ്റ്റ് ഉണ്ട്. എന്തായാലും എന്താ വീഡിയോ വൈറലായപ്പോ ഞാൻ വിചാരിച്ചത് വെറുതെ പറയണേയിരിക്കുന്നു. പക്ഷെ അല്ലാട്ടാ, കറക്റ്റ് സ്പ്രൈറ്റിന്റെ ടേസ്റ്റ് വരില്ല, കാരണം ഹോം മെയ്ഡ് അല്ലേ. വേണ്ട ഷുഗർ, അവർക്ക് വേണമെങ്കിൽ ഇത്തിരി ഇട്ട് കൊടുക്ക്. അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നിസ്സാരം ബൈരാഗി വരും. അപ്പൊ ഇതെല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് കമന്റ് ചെയ്യും. ഇത് നമ്മളൊരു പള്ളിക്കറി നെയ്ച്ചോറിന്റെ ഒരു വീഡിയോ ഇപ്പൊ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതൊന്ന് കാണാത്തവരുണ്ടെങ്കിൽ കാണണം. ബൈ. നിങ്ങളുടെ അവിടെ മഴയുണ്ട്, നിങ്ങളുടെ അവിടെ ഇപ്പൊ മഴ ഉണ്ടാവുന്ന എന്താ അവരെങ്ങനെ ഇടും വീഡിയോ? വേണ്ട.